പശ്ചിമേഷ്യയിലെ യുദ്ധം അനിശ്ചിതമായി തുടരുകയാണ്. യുദ്ധം എപ്പോൾ അവസാനിക്കും, എങ്ങനെ അവസാനിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാവുന്നു. നിക്ഷേപകർ എന്തു ചെയ്യണം? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. കഴിഞ്ഞ മാസം വൂക്ക വേൾഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. വോളറ്റിലിറ്റിയും അൺസർട്ടനിറ്റിയും കോംപ്ലക്സിറ്റിയും ആംബിഗിറ്റിയും മുഖമുദ്രകളായി മാറിയ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ഹ്രസ്വകാലത്ത് വിപണികളും ഏറെ അനിശ്ചിതത്വവും അസ്ഥിരവും ആയിരിക്കും. അതുകൊണ്ട് നിക്ഷേപം കരുതലോടെ വേണം എന്നതായിരുന്നു ആ വീഡിയോവിൻ്റെ സന്ദേശം. ഈ വൂക്ക ലോകക്രമം ഇപ്പോൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇന്ന് കാലത്ത് ബ്രെന്റ് ക്രൂഡ് വില $110 മുകളിലാണ്. ദിസ് ഈസ് എ ബിഗ് നെഗറ്റീവ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില $110 മുകളിൽ അധിക നാൾ തുടർന്നാൽ വരുന്ന വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും കോർപ്പറേറ്റ് ഏർണിംഗ്സിനെയും ബാധിക്കും. ഈ ഭയം വിപണികളിൽ പ്രതിഫലിക്കും. എന്നാൽ ഈ ഭയം നിലനിൽക്കണമെന്നില്ല. യുദ്ധത്തിന്റെ ഗതിവിഗതികൾ ഇപ്പോൾ തികച്ചും പ്രവചനാതീതമാണ്. എങ്കിലും യുദ്ധം അധികകാലം നീണ്ടു നിൽക്കുന്നത് ആർക്കും ഗുണം ചെയ്യില്ല, വലിയ ദോഷം ഉണ്ടാക്കുകയും ചെയ്യും. Therefore, expect unexpected developments on the war front. അനിശ്ചിതത്വം മൂർധന്യത്തിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദിവസേന മാർക്കറ്റിൽ ആക്റ്റീവായി ട്രേഡ് ചെയ്യുന്നത് നിക്ഷേപകർക്ക് ഗുണം ചെയ്യില്ല. പ്രത്യേകിച്ച് ഡേ ട്രേഡിങ്ങും F&O ട്രേഡിങ്ങും നഷ്ടത്തിൽ കലാശിക്കാനാണ് സാധ്യത. അതുകൊണ്ട് വലിയ മെന്റൽ ടെൻഷനും ട്രേഡിംഗ് ലോസും ഉണ്ടാക്കുന്ന സ്പെക്കുലേറ്റീവ് ട്രേഡ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേസമയം കൂടുതൽ റിസ്ക് ആപ്പിറ്റൈറ്റുള്ള ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വോളറ്റിലിറ്റി അവസരമാകും. കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം സിപ്പിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് മാത്രം 2 വീഡിയോ ചെയ്തിരുന്നു. സാധാരണ ഇത്തരത്തിലുള്ള വലിയ അനിശ്ചിതത്വവും വിപണിയിലെ തകർച്ചയും ഉണ്ടാവുമ്പോൾ നിക്ഷേപകർ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് സിപ്പുകൾ നിർത്തുക എന്നുള്ളത്. അത് അബദ്ധമാണ്, നഷ്ടത്തിൽ കലാശിക്കും എന്നുള്ളതാണ് എല്ലാ കാലത്തെയും അനുഭവം. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് നിർത്തരുത് എന്നത് ഡേറ്റ സഹിതം പറഞ്ഞത്. അത് ഇപ്പോൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു എന്ന് മാത്രം. ഇനി ബാഡ് ന്യൂസ് നിരവധി വരുന്ന ഈ സാഹചര്യത്തിൽ ബൈ ഓൺ ബാഡ് ന്യൂസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയെ കുറിച്ച് അല്പം കൂടി പറയാം. ബൈ ഓൺ ബാഡ് ന്യൂസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വിപണിയിൽ പൊതുവായും ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ പ്രത്യേകമായും പരീക്ഷിക്കാവുന്നതാണ്. ഇതൊരു കോൺട്രാരിയൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. ഇത് ദീർഘകാലത്ത് പ്രോഫിറ്റബിളായി മാറുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയാണ്. ദ റീസൺ ഈസ് bad events and bad news will be temporary. The market will rebound when the situation improves. ഇത് വിപണിയെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു വിശകലനമാണ് ബൈ ഓൺ ബാഡ് ന്യൂസ് എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി. എന്നാൽ ബൈ ഓൺ ബാഡ് ന്യൂസ് എന്ന നിക്ഷേപ തന്ത്രം ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ പരീക്ഷിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റോക്ക് ഒരു ഹൈ ക്വാളിറ്റി സ്റ്റോക്ക് ആയിരിക്കണം, നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു സ്റ്റോക്ക് ആയിരിക്കണം. ബാഡ് ന്യൂസ് റെഗുലേറ്ററി ഇഷ്യൂവുമായി ബന്ധപ്പെട്ടതാകരുത്, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുന്നതായിരിക്കരുത്. റെഗുലേറ്ററി വയലേഷൻ ഇല്ലാത്ത, ഗവേണൻസിനെ ബാധിക്കാത്ത, പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാത്ത ബാഡ് ന്യൂസ് ആണെങ്കിൽ, ഉദാഹരണത്തിന് പേഴ്സണാലിറ്റി കോൺഫ്ലിക്റ്റിനെ തുടർന്നുണ്ടാവുന്ന സീനിയർ മാനേജ്മെന്റ് പേഴ്സണലിന്റെ റെസിഗ്നേഷൻ, ഇത്തരത്തിലുള്ള ഒരു ബാഡ് ന്യൂസ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയായി മാറും. അതാണ് അനുഭവം. In this highly uncertain, volatile times, trade with great caution and care. The market movements will depend on how long the war will last. There can be surprises. Also remember this, markets have an uncanny ability to surprise.